അഞ്ജന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. സ്നേഹം, സന്തോഷം, സമാധാനം, ഈ 3 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ ബാക്കിയുള്ള തുടർന്ന് അങ്ങോട്ട് ചിന്തിക്കുന്ന ഒന്ന് ദീർഘക്ഷമ എന്നുള്ളതാണ്. പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, പ്രയാസങ്ങളിലുള്ള സ്ഥിരത എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ അത് എൻഡ്യൂർ ചെയ്തുകൊണ്ട്, അത് സഹിച്ചുകൊണ്ട് ആ ടെമ്പർമെൻറ്റിൽ കൂടുതൽ നേരം നിൽക്കുക എന്നുള്ളതാണ്. അതിൽ വിത്തൗട്ട് കംപ്ലൈനിങ്, എൻഡ്യൂറിങ് മച്ച് പെയിൻ ആൻഡ് സഫറിങ് വിത്തൗട്ട് കംപ്ലൈനിങ്. ലൂസിങ് ഓഫ് പേഷ്യൻസ് ഈസ് എ സൈൻ ഓഫ് വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ഇല്ലാതെ വരുന്ന, ദീർഘക്ഷമ ഇല്ലാതെ വരുന്ന നമ്മുടെ ഒരു കുറവ്, ഒരു ചാബല്യം പോലെയാണ്. കർത്താവ് ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയെക്കുറിച്ച് 2 തെസ്സലോനിക്കർ 3:5 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സഹിഷ്ണുത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്ലാന് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുത്ത ആ പേഷ്യൻസാണ് ആ സഹിഷ്ണുത എന്ന് പറയുന്നത്. ആ സഹിഷ്ണുത നിങ്ങളിലും ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. പേഷ്യൻ്റ് വെയിറ്റിംഗ്. കർത്താവ് താൻ തങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ. റോമർ 2:4 ഗോഡ് ഈസ് പേഷ്യൻ്റ് വിത്ത് സിന്നേഴ്സ്. പാപികളോട് ദൈവം പേഷ്യൻ്റായിരിക്കുന്നു. ദൈവത്തിൻ്റെ ദയ നിൻ്റെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് നീ അറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നു എന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കുന്നു. ഗോഡ് ഈസ് പേഷ്യൻ്റ് വിത്ത്. നമ്മളെയൊക്കെ ഇത്രയും പേഷ്യൻ്റായിട്ട് ദൈവം വെയിറ്റ് ചെയ്താണ് നമ്മുടെ പാപങ്ങൾക്കുള്ള മാനസാന്തരവും അത് നമ്മൾ കർത്താവിലേക്ക് വരുന്നവരെയും ദൈവം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ 2 പത്രോസ് 3:14 അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുകയാൽ ഞാൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരെ സമാധാനത്തോട് കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിപ്പിൻ. കർത്താവിനെ അറിയുന്ന, നേരത്തെ പറഞ്ഞ പോലെ റോമർ 2 പറഞ്ഞതുപോലെ തന്നെ കർത്താവിനെ അറിയാനായിട്ട് നമ്മൾ ഡിലേ ആക്കിയത് ദൈവം ദീർഘക്ഷമയോട് കാത്തിരുന്നു എന്നുള്ള. നമ്മൾ നേരത്തെ മരിച്ചു പോയിരുന്നെങ്കിലോ, കർത്താവിനെ അറിയാതെ മരിച്ചു പോയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? നമ്മൾ നിത്യമായ നരകത്തിൽ ആകാമായിരുന്നു. എന്നാൽ ദൈവം ദീർഘക്ഷമയോട് കാത്തിരുന്നു. അതിനാണ് പേഷ്യൻസ് എന്ന് പറയുന്ന മീനിങ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പല സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ പേഷ്യൻസ് നമ്മൾ കാണിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ പേഷ്യൻസ്, ഈ ദീർഘക്ഷമ തരാനായിട്ട് പരിശുദ്ധാത്മാവിന് കഴിയും. അതിൽ സഫറിങ്ങിൽ കൂടെ കടന്നു പോകുമ്പോൾ, ചില നിരാശകൾ കൂടി കടന്നു പോകുമ്പോൾ ആ പേഷ്യൻ്റോടുകൂടി ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പോകുന്ന കാര്യം. ഗോഡ് ഈസ് പേഷ്യൻ്റ്. ദൈവം പേഷ്യൻ്റാണ്. അതുകൊണ്ട് സ്പിരിറ്റ് ആൾസോ പ്രൊഡ്യൂസ് ദ പേഷ്യൻസ് ഇൻ അസ്. ദൈവം പേഷ്യൻ്റായിട്ട് ചെയ്യുന്ന പോലെ കർത്താവിൻ്റെ ആത്മാവും പേഷ്യൻ്റായിരിക്കും എന്നുള്ളതാണ്. അടുത്ത പറയുന്ന ഫ്രൂട്ടിൻ്റെ ഭാഗമാണ് കൈൻഡ്നെസ് എന്ന് പറയുന്നത്, ദയ. അത് ദൈവത്തിൻ്റെ വലിയ സ്വഭാവമാണ്. ദൈവം, നേരത്തെ പറഞ്ഞ പോലെ, ദൈവം നമുക്ക് രക്ഷ തന്നത് ദാനമായിട്ടാണ്. അതൊരു കൈൻഡ്നെസ് ആക്റ്റാണ്. എന്ന് വെച്ചാൽ ഹൃദയത്തിലുള്ളൊരു കൈൻഡ്നെസ്സാണ് ആക്റ്റായിട്ട് പുറത്ത് വരുന്നത്. നമ്മുടെ ഹൃദയത്തിൽ കരുണ കാണിക്കുമ്പോൾ മാത്രമാണ് അത് പുറത്ത് ആക്റ്റായിട്ട് വരുന്നത്. ദൈവം നമ്മളെ കെയർ ചെയ്യുന്ന ദൈവമാണ്. ടെൻഡർ കെയർ നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ബൈബിളിലെ വാക്യമുണ്ട്: നീതിമാന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും അവൻ മഴയും മഞ്ഞും എല്ലാം പെയ്യിക്കുന്നു. ഒരാൾക്ക് വേണ്ടിയുള്ളൊരു ഫേവറിസം അല്ല ദൈവം ചെയ്യുന്നത്. ദൈവം എല്ലാവരിലും ചെയ്യുന്നു. ദാവീദിൻ്റെ സങ്കീർത്തനം 23 പറയുന്ന പോലെ അവൻ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നമ്മെ നടത്തുന്നു, സ്വച്ഛമായ വെള്ളത്തിനരികത്തേക്ക് നമ്മളെ നടത്തുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കെയർ നമുക്കവിടെ കാണാം. നല്ല ഇടയൻ ആടുകളോട് കരുണ കാണിക്കുന്നു എന്നുള്ളത്. ആടിന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ കൂടി കടന്നു പോയാൽ പോലും കരുണയോടുകൂടി ആ ആടിനെ അതിൽ നിന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്ന കാണുന്നു. ആവശ്യത്തിലിരിക്കുന്നവരോട് ദയ കാണിക്കുന്ന, അതാണ് ആ ദയ എന്ന് പറയുന്നത്. യെശയ്യാ പ്രവചനം 40:11 ഒരു ഇടയനെ പോലെ
അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാറുടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. ഇത് യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രൊഫസിയാണ്. അവൻ ആടുകളോട് കരുണ കാണിക്കുന്നു, ആവശ്യത്തിലിരിക്കുന്നവരെ അതനുസരിച്ച് അവരോട് പെരുമാറുന്നു. അതാണ് ദയ എന്ന് പറയുന്നത്. പൗലോസിൻ്റെ ശുശ്രൂഷയിലും തനിക്ക് എതിരായിട്ട് പ്രവർത്തിച്ചവരോട് പൗലോസ് ദയ കാണിക്കുന്നു, കാണുന്നുണ്ട്. ദയ കാണിക്കുന്നത് ദൈവികമാണ്, അത് ആത്മാവിൻ്റെ ഫലമാണ്. ഇപ്പോൾ നമ്മളിന്ന് രണ്ട് കാര്യങ്ങളാണ് ചിന്തിച്ചത്. ഒന്ന് പേഷ്യൻസ്, ദീർഘക്ഷമ. രണ്ട് ദയ. മൂന്നാമത് ഇന്ന് ചിന്തിക്കുന്നത് പരോപകാരം, ഗുഡ്നസ് ആണ്. ഈ ഗുഡ്നസ് എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? നമ്മളെന്താ മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ് നമ്മുടെ ഈ ഗുഡ്നസ്, പരോപകാരം, ഈ പരോപകാരം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും ഉണ്ടാകുന്ന ഒരു അപ്രൈറ്റ്നെസ് ആണ് ശരിക്കും. അത് എന്താണെന്ന് ചോദിച്ചാൽ, ഹൃദയത്തിലും ജീവിതത്തിലും മറ്റുള്ളവരോടുള്ള സഹായം ചെയ്യാനുള്ള ഒരു ത്വര, അല്ലെങ്കിൽ അതൊരു വിശുദ്ധിയുടെ അടയാളമാണ്. പാവങ്ങളെ സഹായിക്കുക, മക്കൾക്ക് വേണ്ടി കരുതുക, കൊടുക്കുക, രോഗികളെ സന്ദർശിക്കുക, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവരെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കുന്ന ഒരു സെൽഫ്ലെസ് ആക്റ്റാണ് പരോപകാരം എന്ന് പറയുന്നത്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. ജെയിംസ് 1:17, യാക്കോബ് 1:17 എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്ന് പറയുന്നു. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെ ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അതിന് പരിശുദ്ധാത്മാവിനാൽ കൺട്രോൾ ചെയ്യപ്പെട്ട ഒരു ജീവിതത്തിൽ ഈ നല്ല ദാനങ്ങളെ ചെയ്യുവാനായിട്ടുള്ള താല്പര്യം, പരോപകാരം അവിടെയുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി അനുഗ്രഹമാവുന്നൊരു ജീവിതമാണ്. അതാണ് ഡിസൈപ്പിൾസിനെ കുറിച്ച് കർത്താവ് ഉദ്ദേശിക്കുന്നത്. മത്തായി 5:16 അങ്ങനെയാണ് പറഞ്ഞത്, അങ്ങനെ അവർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്നായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ പ്രകാശം അവരുടെ മേൽ പ്രകാശിക്കട്ടെ. പരോപകാരം, ഇത് ഒരു ആത്മാവിൻ്റെ ഫലമാണ്. അടുത്തത് വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറയുന്നു. വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ഇന്ന് ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്ന് ആളുകളുടെ ഇടയിൽ വിശ്വസ്തത നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന റെസ്പോൺസിബിലിറ്റീസ്, കർത്തവ്യം, ആ ഫുൾ മൈറ്റിൽ ചെയ്യുന്നതാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. അതിനും അപ്പുറമായിട്ട് വിശ്വസ്തതയിൽ ദൈവത്തിൻ്റെ വാക്കുകൾ, ദൈവം പറഞ്ഞിരിക്കുന്നത് അതുപോലെ വിശ്വസിക്കുകയും അവൻ്റെ പ്രവർത്തന ശൈലിയും അവൻ്റെ സ്വഭാവവും നമ്മുടെ ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് വിശ്വസ്തത. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവം പറഞ്ഞത് വിശ്വസിക്കുകയും അവൻ്റെ പ്രവർത്തനവും അവൻ്റെ സ്വഭാവവും നമ്മുടെ ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്യുക. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ മാത്രമാണ് സാധ്യമാകുന്നത്. എബ്രായർ 11 വിശ്വസ്തരായ പൂർവ്വപിതാക്കന്മാരെ നമുക്ക് കാണാം. ദാസിമാരെയും എല്ലാവരെയും അതിൽ കാണാം. ഹാബേൽ, നോഹ, ഏബ്രഹാം, സാറ, രാഹാബ്, ഗിദെയോൻ, ഇവരെല്ലാം ദൈവത്തിൻ്റെ പ്രോമിസ് വിശ്വസിച്ചു. അബ്രഹാം ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ ഒരു വലിയ കൂട്ടം മക്കളെ കണ്ടിട്ടല്ല വിശ്വസിച്ചത്. നീ ആവുമെന്ന് പറഞ്ഞു, അത് മരിക്കുന്നതിന് മുമ്പ് കണ്ടില്ല, എന്നാലും വിശ്വസിച്ചു. പഴയ നിയമത്തിലുള്ള വിശുദ്ധന്മാരൊന്നും തന്നെ മശിയായെ കണ്ടില്ല. മശിയ വരുമെന്ന് പറഞ്ഞു, അവരത് വിശ്വസിച്ചു. They lived by faith, not by sight. 2 Corinthians 5:7 കാഴ്ചയല്ല വിശ്വാസത്തിൽ എത്ര നടന്ന്. അതുകൊണ്ട് ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറയുന്നത് ദൈവം പറഞ്ഞത് വിശ്വസിച്ച് അത് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ. ഫങ്ഷണലി പറഞ്ഞാൽ
ട്രസ്റ്റിംഗ് ഗോഡ് ഇൻ ഓൾ സർക്കംസ്റ്റൻസസ്. എല്ലാ സാഹചര്യങ്ങളിലും കർത്താവിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏതൊക്കെ സിറ്റുവേഷനായാലും. 99 വയസ്സിലാണ് അബ്രഹാമിന് കുഞ്ഞുണ്ടാവുന്ന ഫുൾഫിൽമെൻറ്റ് വന്നത്. അത് അവൻ ട്രസ്റ്റ് ചെയ്തു. ആ സർക്കംസ്റ്റൻസിലെ മെഡിക്കൽ സയൻസിന് പറ്റാതിരുന്നൊരു സാഹചര്യത്തിലാണ് അബ്രഹാമിൻ്റെ ഫെയ്ത്ത് വർക്ക് ചെയ്തത്. അവൻ ട്രസ്റ്റ് ചെയ്തു. അതാണ് വിശ്വസ്തത. ദൈവം പറഞ്ഞിരിക്കുന്നതെല്ലാം പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തിലുള്ള വിശ്വസ്തത എന്ന് പറയുന്നത്. അവൻ സത്യം വെളിപ്പെടുത്തും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലേ അത് സാധിക്കുകയുള്ളൂ. അവൻ സത്യം വെളിപ്പെടുത്തും, നമ്മളെ സത്യത്തിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ വിശ്വസ്തരാക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ വിശ്വസ്തരാക്കും. നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങളിൽ നമ്മൾ വിശ്വസ്തരായിട്ട് നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ വാക്കുകൾ മുറുകെ പിടിക്കുകയും പരിശുദ്ധാത്മാവ് നമ്മളെ വിശ്വസ്തരാക്കുകയും ചെയ്യും. ഇന്ന് ഞാൻ പ്രധാനമായിട്ട് മൂന്ന് ഫ്രൂട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് നേരത്തെ പറഞ്ഞ പോലെ ഇതിന് അകത്തുള്ളതല്ലല്ലോ, ഒരു ഫ്രൂട്ടിനകത്തുള്ള അല്ലികളാണല്ലോ. അതുകൊണ്ട് ഫ്രൂട്ട്സ് എന്ന് ഞാൻ വീണ്ടും പറയുന്നില്ല. ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത. 4 പറഞ്ഞു. ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത. ഇതെല്ലാം തന്നെ ക്രിസ്തീയ ജീവിതത്തിലെ അനപേക്ഷിതമായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഇത് ദൈവത്തിൻ്റെ ക്യാരക്ടറാണ് ഇതെല്ലാം. ഇത് ബൈ ദ ഹോളി സ്പിരിറ്റ് ഡ്വെല്ലിംഗ് ഇൻ അസ്, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നത് പ്രകാരം ഈ ക്യാരക്ടേഴ്സ് എല്ലാം നമ്മളിലേക്ക് ഇൻഫ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ അളവ് വ്യത്യാസമായിരിക്കാം. നമ്മൾ എത്രയും ദൈവത്തിൽ ഈൽഡ് ചെയ്യുന്നു അതനുസരിച്ച് ആ ക്യാരക്ടർ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലെല്ലാവരുടെയും ജീവിതത്തിലെ ഈ ക്യാരക്ടർ എൻ്റെ ഫുൾനെസ്സിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രധാന വിഷയം, ഈ വിശ്വസ്തരായിട്ട് കർത്താവിനെ സേവിക്കാനായിട്ട് ഇന്ന് പറ്റാതെ നിൽക്കുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. അവർ ഈ വിശ്വസ്തയോടുകൂടി ദൈവത്തെ സേവിപ്പാനായിട്ട് ദൈവം ഇടവരുത്താൻ പ്രാർത്ഥിക്കണം. അതാണ് ഇന്നത്തെ മെയിൻ പ്രാർത്ഥനാ വിഷയം. അല്ലാതെ ഒരു വലിയ മിറക്കിൾ കാണുകയല്ല. അതും വലിയൊരു മിറക്കിളാണ്. അവരുടെ ജീവിതത്തിൽ ചില വർക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അവർ വിശ്വസ്തരാകാനായിട്ട് പറ്റാതിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതൊരു വിശ്വസ്തരാവാനായിട്ട് ദൈവമേ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി തരുന്ന വലിയ ക്യാരക്ടർ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ ഫ്രൂട്ട് വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദീർഘക്ഷമയോട് കാര്യങ്ങളെ ചെയ്യുവാനായിട്ട്, ദയയോട് കാര്യങ്ങളെ ചെയ്യുവാനായിട്ട്, പരോപകാരം മറ്റുള്ളവരെ സഹായിപ്പാനായിട്ട്, ഈ നാളുകളിലെ വിശ്വസ്തയോട് കാര്യങ്ങളെ കർത്തവ്യം ചെയ്യുവാനായിട്ട് കർത്താവെ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചില വ്യക്തിത്വങ്ങൾ കർത്താവെ ഇന്ന് ചില സർക്കംസ്റ്റൻസിൽ അവർക്ക് വിശ്വസ്തരാവാൻ പറ്റാതെ ഇരിക്കുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ കർത്താവെ. ആരാണെന്ന് അറിയത്തില്ല, ദൈവത്തിൻ്റെ ആത്മാവ് അത് കാണിച്ചു തരുന്നു. ആരാണെന്ന് അറിയത്തില്ല, ആ വ്യക്തികളെ ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ വിശ്വസ്തരാകുവാനായിട്ട്, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ വിശ്വസ്തരാകുവാനായിട്ട് കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ട്രസ്റ്റിംഗ് ഗോഡ് ഇൻ ഓൾ സർക്കംസ്റ്റൻസസ്. എല്ലാ സാഹചര്യങ്ങളും കർത്താവിന് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യുള്ളൂ, ദൈവത്തിൻ്റെ പ്രോമിസാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ശക്തിയിൽ ജീവിപ്പാനായിട്ട് കർത്താവെ നീ സഹായിക്കണമേ, ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇത് വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. തുടർന്നും നിങ്ങൾ ഇതെല്ലാ ദിവസവും വാച്ച് ചെയ്യണം. ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും കിട്ടുള്ളൂ. ഏതെങ്കിലും നിങ്ങൾ മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് എപ്പിസോഡുകൾ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾ നോക്കണം, നോട്ട്സ് എഴുതണം. അതുപോലെ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ്സ് എഴുതണം. പ്രയർ റിക്വസ്റ്റ് വാട്സാപ്പിൽ നിങ്ങൾ അയച്ചു തരുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.